ഓക്കെ, സോ ശരി, അപ്പോൾ നമുക്ക് ഈ റിയൽമി P1 ഡീറ്റെയിൽഡ് റിവ്യൂ കാണാം. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗോ. സോ ഈ റിയൽമി P1 റിവ്യൂയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കണം. കാരണം താഴെ കമന്റ് ബോക്സിൽ കുറേ കംപ്ലയിൻസും ഫീഡ്ബാക്സും വരുന്നുണ്ട്. അതായത് ബ്രോ എന്തുകൊണ്ടാണ് റിവ്യൂ ഇത്രയും വൈകുന്നത്, അതായത് ഒരു മാസമൊക്കെ എടുക്കുന്നു. മെയിൻ സംഭവം എന്താണെന്നറിയോ, ഈ സ്മാർട്ട് ഫോൺ കമ്പനികൾ ഇങ്ങനെ വയറിളകി വരുന്ന പോലെയാണ് സ്മാർട്ട് ഫോൺസ് ഇങ്ങോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത്. എത്ര എണ്ണമാണ് ഇറങ്ങുന്നത്, ചവർ പോലെയാണ്. സോ എല്ലാ സ്മാർട്ട് ഫോൺസും കവർ ചെയ്യാൻ നോക്കുമ്പോൾ റിവ്യൂ ഒക്കെ മിസ്സായി പോകുന്നുണ്ട്. ഞാൻ പണ്ട് കുറേ റിവ്യൂസ് ഇടുമായിരുന്നു, ഇപ്പോൾ റിവ്യൂസ് കുറവാണ്. പക്ഷേ ഇനി അങ്ങോട്ട് മിക്ക എല്ലാ മേജർ സ്മാർട്ട് ഫോൺസിന്റെ റിവ്യൂ നമ്മൾ ഇടുന്നതായിരിക്കും. ഒരു 7 days അല്ലെങ്കിൽ 10 day റിവ്യൂ അതായിരിക്കും. അതായത് ലോഞ്ചിന് 10 ദിവസത്തിന് ശേഷം മാക്സിമം 8 to 10 days ശേഷം അതിന്റെ ഡീറ്റെയിൽ റിവ്യൂ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഈ ഫോണിന്റെ റിവ്യൂ വൈകാനുള്ള കാരണം അത് ജെന്യുവൻ റീസൺ ആണ്. അതായത് ആദ്യം റിയൽമി ഈ ഫോൺ അയച്ചു തന്നില്ല, പിന്നെ നിങ്ങളുടെ സൈഡിൽ നിന്ന് കുറേ ഡിമാൻഡ്, കുറേ റിക്വസ്റ്റ് വന്നുകൊണ്ടാണ് പിന്നെ ഞാൻ അവരോട് നിർബന്ധിച്ചത്. അങ്ങനെ അവർ റിവ്യൂ ഈ യൂണിറ്റ് അയച്ചു തന്നു. പിന്നെ അതിനുശേഷം 8-10 ദിവസം എടുക്കും ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. വെറുതെ 2ാം ദിവസം വീഡിയോ കൊണ്ടിട്ടിട്ട് റിവ്യൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. ഓക്കെ, സോ 8-10 days ഞാൻ ഉപയോഗിച്ചു. സോ ഈ റിയൽമി P1 ഡിസൈനിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക രീതിയിലുള്ള പുതിയ ഡിസൈൻ ഒന്നും അല്ല വരുന്നത്. ഇതിപ്പോൾ റിയൽമിയുടെ ടിപ്പിക്കൽ ഡിസൈൻ ആണ്. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ ഈയിടെ ഇറങ്ങിയിട്ടുള്ള മിക്ക എല്ലാ റിയൽമി ഫോൺസിലും ആ ഒരു സർക്കുലർ ക്യാമറ മോഡൽ ഉണ്ട്. ഇവിടെയും അതേ സർക്കുലർ ക്യാമറ മോഡലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ ഇതിന്റെ ഡിസൈൻ ഇഷ്ടപ്പെടും. ഫോണിന്റെ ബാക്ക് മെറ്റീരിയൽ നോക്കുകയാണെങ്കിലും ഫ്രെയിം നോക്കുകയാണെങ്കിലും രണ്ടും പ്ലാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ഓക്കെ ഫോർ ദ പ്രൈസ്. ഈ പ്രൈസിൽ പ്ലാസ്റ്റിക്കിന്റെ ബിൽഡാണ് കിട്ടുന്നത്. എന്നാൽ ഇതിന്റെ ബാക്കിൽ ഒരു നല്ല മാറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് പൊടിക്ക് പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ല ഇൻ ഹാൻഡ് ഫീൽ ആണ് കിട്ടുന്നത്. ഒരു സ്ക്രാച്ച് ഇങ്ങനെ വര പോലെ ഇരിക്കുന്ന ഒരു ഡിസൈൻ ആണ്. ബേസിക്കലി ഇതാണ് ഫീനിക്സ് റെഡ്, ഇമാജിനറി ബേർഡ് ഉണ്ടല്ലോ, ഫീനിക്സ് ബേർഡ്. ആ ഫീനിക്സ് ബേർഡിന്റെ ഫെദറിന്റെ, അതായത് ആരും കാണാത്ത ഫീനിക്സ് ബേർഡിന്റെ ഫെദറിന്റെ ഡിസൈൻ ആണ് ഇവിടെ റിയൽമി കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് റിയൽമി പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, ഒരു സ്ക്രാച്ച് ഡിസൈൻ ഉള്ളതുകൊണ്ട് ഇതിന്റെ ബാക്കിൽ സ്ക്രാച്ച് വീണാലും അങ്ങനെ പെട്ടെന്ന് അറിയാൻ പറ്റൂല. പിന്നെ ഈ ഫോൺ 2 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്, റെഡ് പിന്നെ ഈ ഒരു ഗ്രീൻ ഓപ്ഷനിലും ഇതേ സെയിം ഒരു സ്ക്രാച്ച് പാറ്റേൺ ആണ് വരുന്നത്. തിക്നെസ് ആണെങ്കിലും വെയിറ്റ് ആണെങ്കിലും ഓക്കെ ആണ്, അവിടെ ഇഷ്യൂ ഒന്നും ഇല്ല. ഫ്ലാറ്റ് ബോക്സി ഡിസൈനിലാണ് വരുന്നത്. എന്നാൽ ഇതിന്റെ ബാക്കിൽ ഈ എഡ്ജ് കണ്ടോ, ഈ എഡ്ജിന്റെ മേളിൽ ചെറിയ പൊടിക്ക് കർവ് ഉള്ളതുകൊണ്ട് കയ്യിൽ പിടിക്കാൻ കംഫർട്ടബിൾ ആണ്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയില്ല ഫ്ലാറ്റ് ഫ്രെയിം ആണെങ്കിലും. ഓക്കെ, IP54 റേറ്റിംഗുമായാണ് വരുന്നത്. സോ ഈ ഫോൺ നിങ്ങൾക്ക് ഇങ്ങനെ മുക്കിയെടുക്കാൻ പറ്റില്ലെങ്കിലും ചെറിയ രീതിയിലുള്ള തുള്ളിയും സ്പ്ലാഷ് ഒക്കെ വീണാലും കുഴപ്പമൊന്നുമില്ല. ഹാപ്റ്റിക്സ് ഉണ്ട് കേട്ടോ, ആ ഒരു വൈബ്രേഷൻ, ആ ഒരു ജിങ് സാധനം ഉണ്ടല്ലോ, അതാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത് കുറച്ചൊരു പൊടിക്ക് കുറവാണ്, അതിൻ്റെ അളവ് കുറവായതുകൊണ്ട് അങ്ങനെ ഒരു വൃത്തിയായിട്ട് തോന്നുന്നില്ല. എന്നാൽ എല്ലായിടത്തും ഇല്ല. അതായത് ഫോർ എക്സാമ്പിൾ ഫിംഗർ പ്രിന്റ് സ്കാനറിലൊക്കെ ഉണ്ട്, ടൈപ്പ് ചെയ്യുമ്പോഴൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ ആപ്പ് ഡ്രോർ ഓപ്പൺ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുമ്പോഴോ അവിടെ ഒന്നും ഹാപ്റ്റിക്സ് ഒന്നും ഇല്ല. പിന്നെ 15,000 rupeesന്റെ ഫോണാണ്. സോ നമ്മൾ കൂടുതൽ ഇങ്ങനെ ഹാപ്റ്റിക്സിനെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. പോർട്സ് ആൻഡ് ബട്ടൺസ് നോക്കുകയാണെങ്കിൽ മേളിൽ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, ടോപ്പ് ഫയറിംഗ് സ്പീക്കേഴ്സ് ആൻഡ് നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്. ഫോണിന്റെ റൈറ്റ് സൈഡിലാണ് പവർ ബട്ടൺ, വോളിയം റോക്കർ. താഴെ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ്, ടൈപ്പ് സി USB പോർട്ട്, മൈക്ക് ആൻഡ് സിം സ്ലോട്ട്. ഡിസ്പ്ലേ ക്വാളിറ്റി നൈസ് ആണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, 15,000 രൂപ കിട്ടുന്ന ആംബുലറ്റ് ഡിസ്പ്ലേയും 1,50,000 രൂപ കിട്ടുന്ന ആംബുലറ്റ് ഡിസ്പ്ലേ തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, സോ പ്രൈസ് കൂടും തോറും ആ ഒരു ഡിസ്പ്ലേയുടെ ക്വാളിറ്റി കൂടും. ഈ ഒരു ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഡിസ്പ്ലേ നൈസ് ആണ്. കളേഴ്സും ആ ഒരു കോൺട്രാസ്റ്റും ഡീപ് ബ്ലാക്സ് ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. 6.7 inch സൈസ് ഉള്ള ആംബുലറ്റ് ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. ബെസൽസ് യൂണിഫോം ആണെന്ന് പറയാൻ പറ്റും. നമ്മുടെ ചിന്നുണ്ടല്ലോ, ബോട്ടം ബെസൽ, അത് പൊടിക്ക് കൂടുതലാണ്. പക്ഷേ 15,000 rupeesന്റെ ഫോൺ ആയതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. ബെസൽസ് ഒക്കെ ഡീസെന്റ് ആണ്. ചില ഈ ആംബുലറ്റ് ഡിസ്പ്ലേസ് അങ്ങനത്തെ ഇഷ്യൂ വരാറുണ്ട്. നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ റെഡ് ഗ്രീൻ ടിന്റ് ഒക്കെ വരും. ഇവിടെ അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് റിയൽമി ഫോണിന്റെ കൂടെ സ്ക്രീൻ പ്രൊട്ടക്ടർ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 ആഴ്ച വെയിറ്റ് ചെയ്യാം. അതിനുശേഷം പതുക്കെ ഈ സ്ക്രീൻ പ്രൊട്ടക്ടർ വാങ്ങിച്ചാൽ മതി, അല്ലെങ്കിൽ സ്ക്രീൻ ഗാർഡ് വാങ്ങിച്ചാൽ മതി. ഞാൻ സ്ക്രീൻ പ്രൊട്ടക്ടർ ഇല്ലാതെയാണ് ഉപയോഗിച്ചത്. സ്ക്രാച്ച് ഒന്നും വീണിട്ടില്ല. സോ നോ സ്ക്രാച്ച് ടിൽ നൗ. പക്ഷേ എൻ്റെ സജഷൻ ആയിരിക്കും നല്ല ക്വാളിറ്റി ഉള്ള സ്ക്രീൻ പ്രൊട്ടക്ടർ ഇട്ട് ഉപയോഗിക്കുക. കാരണം ഈ ഫോണിന്റെ കൂടെ അങ്ങനെ ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ഒന്നും വരുന്നില്ല. പിന്നെ 120 Hz ഇംപ്ലിമെന്റേഷൻ ഉണ്ടല്ലോ, അത് റിയൽമി നല്ലോണം ചെയ്തിട്ടുണ്ട്. അതായത് എല്ലാ ആപ്ലിക്കേഷൻസിലും, അതായത് യൂട്യൂബ് ഒഴികെ എല്ലാ ആപ്ലിക്കേഷൻസിലും 120 Hz കിട്ടുന്നുണ്ട്. അങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ സ്റ്റക്ക് ലാഗ് ഒന്നും ഇല്ല. പക്ഷെ നമ്മൾ ഫോർ എക്സാമ്പിൾ 120 Hz ഉള്ള ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ 120 Hz ട്വിറ്ററിൽ നിന്ന് യൂട്യൂബിലേക്ക് മാറുമ്പോൾ ആ ഒരു ചെറിയൊരു സ്ലോനെസ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ 15,000 rupeesന്റെ ഫോണായിട്ട് നമ്മൾ യൂട്യൂബിൽ 4K വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ സ്റ്റക്ക് ഒന്നും ഇല്ല. ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന ചില ഫോൺസിൽ ആ ഒരു സംഭവം ഉണ്ട്. അതായത് നമ്മൾ 4K HDR വീഡിയോ ഒക്കെ പ്ലേ ചെയ്യാൻ നോക്കിയാൽ ഇങ്ങനെ നിന്ന്
നിന്നാണ് പോകുന്നത്, സ്റ്റക്കായിട്ടാണ് പോകുന്നത്. ഇവിടെ അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. എന്നാൽ 4K വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ യൂട്യൂബ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ നോക്കിയാൽ ചെറിയൊരു സ്ലോനെസ് ഉണ്ട് അവിടെ യൂട്യൂബിലൊക്കെ. അതായത് 30 FPS വർക്ക് ആവുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. ഈ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് ഉണ്ടല്ലോ, അതിന്റെ എക്സാക്ട് കണക്ക് നിറ്റ്സ് എനിക്ക് അറിയില്ല, കാരണം റിയൽമിയുടെ വെബ്സൈറ്റിലും അത് എഴുതിയിട്ടില്ല. ഔട്ട്ഡോർ ആണെങ്കിലും ഇൻഡോർ ആണെങ്കിലും ക്ലിയർലി കാണാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും ഡയറക്റ്റ് സൺലൈറ്റ് ഒക്കെ വീഴുകയാണെങ്കിൽ ഔട്ട്ഡോറിൽ ചെറിയ ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന മിക്ക എല്ലാ ഫോണിന് ബാധകമാണ്. സോ ആ പോയിന്റ് ഓഫ് വ്യൂ വലിയ ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നില്ല. ഫിംഗർ പ്രിന്റ് സ്കാനർ, അതായത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുത്തിട്ടുണ്ട്. നല്ലോണം വർക്ക് ആവുന്നുണ്ട്. ഞാൻ കാണിച്ചു തരുന്നത് കണ്ടില്ല, നല്ല ഫാസ്റ്റ് ആണ്, സെക്യൂർ ആണ്. ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്, ദാറ്റ് ഈസ് ഓൾസോ നൈസ്. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഓക്കെ ആണ്. ഓക്കെ, ഡീസെന്റ് ഗുഡ് സ്പീക്കർ പെർഫോമൻസ്, അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. എന്നാൽ ഈ ഫോണിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ പെർഫോമൻസ് ആണ്. എല്ലാവരും പറയുന്നുണ്ട് ഈ പ്രൈസിൽ കിട്ടാവുന്ന ദി ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ ആണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അത് സത്യമാണോ? ഞാൻ പറയാം. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ BGMIയിൽ 60 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഫോണിൽ MediaTekന്റെ Dimensity 7050 5G ചിപ്സെറ്റ് ആണ് തന്നിരിക്കുന്നത്. 6 lakhന്റെ മേലുള്ള AnTuTu സ്കോർ കിട്ടുന്നുണ്ട്. 90% സ്റ്റെബിലിറ്റി, ത്രോട്ട്ലിംഗ് സ്റ്റെബിലിറ്റി ഉണ്ട്. UFS 3.1 സ്റ്റോറേജ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതൊന്നും നോർമലി ഈ പ്രൈസിൽ, അതായത് 15,000 രൂപീസിന്റെ താഴെ വരുന്ന ഫോണിൽ വരാറില്ല. BGMIയിൽ എങ്ങനെയുണ്ട് പെർഫോമൻസ് എന്ന് ചോദിച്ചാൽ നല്ല പെർഫോമൻസ് ആണ്. അതായത് തീർച്ചയായിട്ടും 60 FPS ഇങ്ങനെ പിടിച്ചോണ്ടുള്ള ഒരു ഗെയിം പ്ലേ എന്തായാലും ഉണ്ടാവില്ല. 55 to 60 FPS കിട്ടുന്നുണ്ട്. ഈവൻ ഭയങ്കര ഫൈറ്റ് ഉള്ള സ്ഥലങ്ങളുണ്ടല്ലോ, അപ്പം ബൂട്ട് ക്യാമ്പ്, സാൻഡ്ഹോക്കിലുള്ള ബൂട്ട് ക്യാമ്പ് ആണെങ്കിലും അവിടെയും നല്ലൊരു സ്റ്റേബിൾ പെർഫോമൻസ് ആണ് കിട്ടുന്നത്. 55 to 60 FPS. ജൈറോ നല്ലതാണ്. പക്ഷെ ഒരു കാര്യം എടുത്തു പറയണം, സോ ഏറ്റവും പ്രീമിയം അല്ലെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് വിട്ടേക്ക് ഈവൻ 25,000 30,000 രൂപീസിൽ കിട്ടുന്ന ഫോൺസ് ഉണ്ടല്ലോ, അതിൽ ഇതിനേക്കാളും ബെറ്റർ ജൈറോ പെർഫോമൻസ് കിട്ടും. കാരണം ഞാൻ പറഞ്ഞില്ല, പ്രൈസ് കൂടും തോറും ഓരോ കോമ്പനന്റിന്റെ ക്വാളിറ്റി കൂടും. ഓക്കെ, അതിന്റെ ഓപ്റ്റിമൈസേഷന്റെ ഒരു പവറും കൂടും. അതുകൊണ്ടാണ്. ഓക്കെ, പക്ഷെ ഇവിടെയും ഇതിന്റെ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ജൈറോ പെർഫോമൻസ് ഈസ് ഡീസെന്റ്, അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. ഈവൻ കോൾ ഓഫ് ഡ്യൂട്ടി ആണെങ്കിൽ അതിലും 60 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല സ്മൂത്ത് ഗെയിം പ്ലേ ആണ് കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞില്ല UFS 3.1 സ്റ്റോറേജ്, അതിന്റെ ഒരു സ്മൂത്ത്നെസ് നമുക്ക് ആപ്പ് ഓപ്പണിംഗ് ആപ്പ് ക്ലോസിംഗിൽ അറിയാനുണ്ട്. കണ്ടില്ലേ, ഞാൻ കാണിച്ചു തരാം. ആപ്പ് ഓപ്പണിംഗ് ആപ്പ് ക്ലോസിംഗ് നല്ല ഫാസ്റ്റ് ആണ്. പിന്നെ ഒരു കാര്യം മിസ്സിംഗ് ആയിട്ട് തോന്നിയത്, ഈ ആപ്പ് ഓപ്പണും ആപ്പ് ക്ലോസ് ചെയ്യുമ്പോൾ ആനിമേഷൻ ഉണ്ടല്ലോ, അതിവിടെ മിസ്സിംഗ് ആണ്. ഒറ്റ ക്ലോസ് ആവലും ഒറ്റ ഓപ്പൺ ആവലാണ്. ഞാൻ കാണിച്ചു തരുന്നത് കണ്ടില്ലേ. സോ ഓപ്പൺ ചെയ്യുമ്പോൾ അങ്ങ് പ്രത്യക്ഷപ്പെടുകയാണ്. സോ ഇതാണ് നത്തിങ് ഫോൺ 2. ഇവിടെ നമ്മളൊരു ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ക്ലോസ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ആ ആപ്പിലേക്ക് അങ്ങ് മിനിമൈസും ആപ്പിൽ നിന്ന് ഇങ്ങനെ മാക്സിമൈസ് ആവുകയാണ്. നമ്മുടെ റിയൽമി P1ൽ ഒറ്റ ഓപ്പണിംഗ് ഒറ്റ ക്ലോസിംഗ് ആണ്. അതാണ് ബേസിക്കലി ആപ്പ് ഓപ്പണിംഗ് ആനിമേഷൻ, ക്ലോസിംഗ് ആനിമേഷൻ. ഇവിടെ അത് കിട്ടുന്നില്ല. അതും കൂടി കൊടുത്തിരുന്നെങ്കിൽ പൊളിച്ചേനും. ഒരു തരത്തിൽ നോക്കിയാൽ അത് നല്ലതാണ്. കാരണം ഈ പ്രൈസിൽ കിട്ടുന്ന ഫോൺസ് ഉണ്ടല്ലോ, അവിടെ ആ ഒരു ആപ്പ് ഓപ്പണിംഗ് ക്ലോസിംഗ് ആനിമേഷൻ ചിലപ്പോഴൊക്കെ ജിറ്റേഴ്സ് വരാറുണ്ട്. സോ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ റിയൽമി അത് എടുത്ത് മാറ്റിയത്. ഓക്കെ, പിന്നെ ഹീറ്റിംഗ് എനിക്കൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് ചൂടാവുന്നു, കയ്യിലെടുക്കാൻ പറ്റുന്നില്ല, ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോഴൊക്കെ ചൂട്, അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമില്ല. എന്നാൽ ഞാൻ പുറത്ത് കൊണ്ടുപോയപ്പോൾ, അതായത് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടി പുറത്ത് കൊണ്ടുപോയപ്പോൾ അത്യാവശ്യം ഇപ്പോൾ അറിയാലോ, ഇപ്പോഴത്തെ ക്ലൈമറ്റ് അറിയാലോ, ഏത് ഫോൺ ആണെങ്കിലും, ഈവൻ ഐഫോൺ ആണെങ്കിലും S24 Ultra ആണെങ്കിലും നമ്മൾ പുറത്ത് കൊണ്ടുപോയിട്ട് ക്യാമറ ഷൂട്ട് ചെയ്യുമ്പോൾ ചൂടാവാൻ ചാൻസ് ഉണ്ട്. ഇവിടെയും ചെറിയൊരു ചൂടുണ്ടായിരുന്നു ബാക്കിലും ഫ്രണ്ടിലും. പിന്നെ ഫോർ എക്സാമ്പിൾ BGMI കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ രീതിയിൽ ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. എന്നാൽ അത് ഫിക്സ് ആയിട്ട് അങ്ങനെ തന്നെ നിൽക്കും. സോ നിങ്ങൾ കവറിട്ട്, അത്യാവശ്യം നല്ല കവറിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് അറിയില്ല. പക്ഷേ ഉണ്ട് ആ ഒരു ചെറിയൊരു വാംത്ത് ഇങ്ങനെ സെയിം ആയിട്ട് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. പക്ഷെ അതുകൊണ്ട് ത്രോട്ട്ലിംഗ് ഇഷ്യൂ ഒന്നുമില്ല. അതായത് ഗെയിം സ്റ്റക്ക് ആവുന്നു, ലാഗ് ആവുന്നു, അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങ് പോകും. പിന്നെ നിങ്ങൾ ആ ഒരു ഗെയിം മിനിമൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുമ്പോൾ ആ ഒരു ഹീറ്റിംഗ് അങ്ങ് പോകും. സോ ഈ റിയൽമി P1ന്റെ ഡീറ്റെയിൽഡ് പെർഫോമൻസ് ടെസ്റ്റിന് ശേഷം എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ 15,000 രൂപീസിന്റെ താഴെ നല്ലൊരു കിഡിലൻ, നല്ലൊരു സോളിഡ് ഗെയിമിംഗ് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ, ഗെയിമിംഗ് ഫോൺ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നല്ല ഗെയിമിംഗ് ചെയ്യാൻ വേണ്ടി, നല്ല രീതിയിൽ ഗെയിമിംഗ് ചെയ്യാൻ വേണ്ടി ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഈ റിയൽമി P1 ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. അതുപോലെ തന്നെ നിങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള ടെക് വീഡിയോസ് നോക്കിയിരിക്കുകയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഓക്കെ, സോ സബ്സ്ക്രൈബ്. ലേറ്റസ്റ്റ് Android 14 ആണ് വരുന്നത് വിത്ത് ലേറ്റസ്റ്റ് റിയൽമി UI 5.0. പിന്നെ റിയൽമിയുടെ ഫോൺ ആയതുകൊണ്ട് അറിയാലോ, അത്യാവശ്യം ബ്ലോട്ട്വെയർസ് ഒക്കെ കാണും. എന്നാൽ ആഡ്സ് ഇല്ല കേട്ടോ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, റിയൽമിയുടെ കഴിഞ്ഞ വർഷത്തെ ഫോൺസിലാണ് തോന്നുന്നത് ഇഷ്ടം പോലെ മൊത്തം ആഡ്സും റെക്കമെൻഡേഷൻസ് ഇങ്ങനെ കുത്തിനിറച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പം അങ്ങനെ റെക്കമെൻഡേഷൻസ് ആഡ്സും ഒന്നുമില്ല. പക്ഷേ നമ്മുടെ ആ സംഭവം ഉണ്ടല്ലോ, ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസും അതൊക്കെ വരുന്നുണ്ട്. അത് നമുക്കത് ഇങ്ങനെ ഇതിൻ്റെ ആപ്പ് മാർക്കറ്റിൽ കയറിയിട്ട് ഡിസേബിൾ ചെയ്യാൻ പറ്റും. അതിനുശേഷം ആ ഒരു ആപ്പ് മാർക്കറ്റ് ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അതിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ ടേൺ ഓഫ് ചെയ്താൽ ഒരുമാതിരി നല്ലൊരു UI എക്സ്പീരിയൻസ് കിട്ടും. അങ്ങനെ നിങ്ങൾ അതിനുശേഷം ഇങ്ങനെ റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ ഈ ബ്ലോട്ട്വെയർസ് ഒന്നും സഹിക്കേണ്ടി വരില്ല. ഓക്കെ, പിന്നെ ഈ ഫോണിൽ ഔട്ട് ഓഫ് ദ ബോക്സ് ഗൂഗിൾ ഡയലർ ആയതുകൊണ്ട് നിങ്ങൾ കോൾ റെക്കോർഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഒന്നെങ്കിൽ അനൗൺസ്മെന്റ് പോകും, അല്ലെങ്കിൽ ടോൺ
പോകും. എന്നാൽ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നിങ്ങൾ ആ ഒരു ഓ ഡയലർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു സൈലന്റ് കോൾ റെക്കോർഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഈ റിയൽമി ഓപ്പോ ഫോണിൽ വരുന്ന ഡ്യുവൽ ആപ്ലിക്കേഷൻ ഓപ്ഷൻ ഒക്കെ ഉണ്ടല്ലോ, ഡ്യുവൽ ആപ്പ് അല്ലെങ്കിൽ ആപ്പ് ക്ലോണർ, അതൊക്കെ ഇവിടെ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സ്ആപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ ഡ്യുവൽ ആപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ കാണുന്ന ഡൈനാമിക് ഐലൻഡിന്റെ ഓപ്ഷനൊക്കെ വരുന്നുണ്ട്. അതായത് ഫോൺ ചാർജിനിടുമ്പോൾ ഇങ്ങനെ ഡൈനാമിക് ഐലൻഡ് ഒക്കെ വരും. ഓക്കെ, ഇതിലുള്ള 50 മെഗാ പിക്സലിന്റെ ക്യാമറ പെർഫോമൻസ് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. ഓക്കെ, അതായത് അങ്ങനെ ഭയങ്കരമായിട്ട് പ്രോബ്ലം ഇല്ല, എന്നാൽ അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന ഒരു പെർഫോമൻസ് അല്ല, ജസ്റ്റ് ഓക്കെ പെർഫോമൻസ് ആണ്. ആക്ച്വലി ഇതേ പ്രൈസ് റേഞ്ചിൽ വന്ന സാംസങ്ങിന്റെ F15 ഉണ്ടല്ലോ, അതിലാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഏറ്റവും നല്ല ക്യാമറ പെർഫോമൻസ് കണ്ടത്. ചിലപ്പോഴൊക്കെ അവിടെ ഇവിടെ ഇഷ്യൂ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നൈറ്റ് ആൻഡ് ലോ ലൈറ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഇൻഡോർ ലൈറ്റിലൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ഒരു ആവറേജ് പെർഫോമൻസ് ആണ് കിട്ടുന്നത്. ഞാൻ സാമ്പിൾ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. ഡീറ്റെയിൽസും കളേഴ്സൊക്കെ നല്ലോണം കുറയുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ 2x ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. പക്ഷേ അൾട്രാവൈഡ് ക്യാമറ ഇല്ലാത്തതുകൊണ്ട് അത് നോക്കണ്ട. ഓക്കെ, അൾട്രാവൈഡ് ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റൂല. 4K വീഡിയോ ഉണ്ടല്ലോ, മെയിൻ ക്യാമറ വെച്ചുള്ള 4K വീഡിയോ, അത് ഡീസെന്റ് ആണ്. അതായത് അത്യാവശ്യം സ്കിൻ ടോണും കളേഴ്സ് കിട്ടുന്നുണ്ട്. പക്ഷേ അതിൽ സ്റ്റെബിലൈസേഷൻ ഇല്ല. കണ്ടില്ല, നല്ല കുലുക്കം നിങ്ങൾ ഫേസ് ചെയ്യും. എന്നാൽ സ്റ്റേബിൾ ആക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ 1080p മാറുന്നുണ്ട്. അവിടെ ക്വാളിറ്റി ഭയങ്കര ആവറേജ് ആയിട്ട് തോന്നി. എന്താണെന്നറിയില്ല, എന്തോ ഒരു സ്കിൻ ടോൺ ഒന്നും ശരിയാവുന്നില്ല. അതുപോലെ തന്നെയാണ് സെൽഫി വീഡിയോയിലും സ്റ്റെബിലൈസേഷൻ ഓപ്ഷൻ ഉണ്ട്. അത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഡീസെന്റ് ആവറേജ് ക്വാളിറ്റി വീഡിയോസ് ആണ് കിട്ടുന്നത്. സോ ഇതിന്റെ ക്യാമറ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഫോട്ടോസ്, അതായത് അത്യാവശ്യം നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഓക്കെ ആണ്, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഈ ഫോണിന്റെ ഒരു സ്ട്രെങ്ത് ഇതിന്റെ ക്യാമറ ആണെന്ന് പറയാൻ പറ്റൂല. എന്നാൽ ബാറ്ററി ബാക്കപ്പ് ഒക്കെ നല്ലോണം നിൽക്കുന്നുണ്ട്. അതായത് നിങ്ങളൊരു കാഷ്വൽ മോഡറേറ്റ് യൂസർ ആണെങ്കിൽ 1 day ബാറ്ററി ബാക്കപ്പ് ഈസിലി കിട്ടുന്നുണ്ട്. 45 വാട്ടിന്റെ ചാർജറാണ് വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഫോൺ 0 to 100% ഏകദേശം 1 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. ഐഡൽ ഡ്രെയിൻ ഉണ്ടല്ലോ, അതായത് നമ്മൾ ഈ ഫോൺ വെറുതെ രാത്രി ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുമ്പോൾ ഉണ്ടാവുന്ന ബാറ്ററി ഡ്രെയിൻ, അതൊക്കെ ഡീസെന്റ് ആണ്, ഇഷ്യൂ ഒന്നുമില്ല. ഒരു 4 to 5% ആണ് കിട്ടിയത്. 5G ഓൺ ആയിരുന്നു. ഓക്കെ, ഫോൺ 7 5G ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5Gയുടെ സ്റ്റെബിലിറ്റിയും കണക്ടിവിറ്റി ഒക്കെ നൈസ് ആണ്. ഓക്കെ, സോ 5G കിട്ടുന്ന സ്ഥലത്തൊക്കെ 5G കിട്ടുന്നുണ്ട്, ഇഷ്യൂ ഒന്നുമില്ല. എന്നാൽ VoNR സപ്പോർട്ട് ഉണ്ടല്ലോ, വോയിസ് ഓവർ ന്യൂ റേഡിയോ, അതായത് 5G കോളിംഗ്, അതൊന്നും ഇവിടെ നടക്കൂല. സോ നിങ്ങൾ ഫോൺ കോൾ വിളിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വോൾട്ടി അല്ലെങ്കിൽ 4Gയിലേക്ക് പോകുന്നുണ്ട്. ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഒന്നെങ്കിൽ 2 സിം അല്ലെങ്കിൽ 1 സിം, ഒരു മൈക്രോ SD കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. ഫിസിക്കൽ പ്രോക്സിമിറ്റി സെൻസർ ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഇങ്ങനെ വീശുമ്പോൾ മാത്രം ക്ലോസ് ഓഫ് ആവുന്ന സംഭവം അതൊന്നും അല്ല ഇവിടെ ഇരിക്കുന്നത്. ഫിസിക്കൽ ആയതുകൊണ്ട് ഫോൺ കോൾ ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു കംഫർട്ട് എന്തായാലും കിട്ടും. NFC വരുന്നില്ല. സോ നിങ്ങൾക്ക് ഈ ഫോൺ വെച്ച് കോൺടാക്ട്ലെസ് പേയ്മെന്റ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ പറഞ്ഞില്ലേ, ഫോൺ കോളിംഗ് സംഭവങ്ങളും ഇയർ പീസ് പെർഫോമൻസ് ഒക്കെ നൈസ് ആണ്, ഇഷ്യൂ ഒന്നുമില്ല. സോ ഈ ഫോണിന്റെ ക്യാമറ മാത്രമാണ് എനിക്ക് ഒരു ഓക്കെ ആവറേജ് ആയിട്ട് തോന്നിയത്. ബാക്കിയെല്ലാം, അതായത് AMOLED ഡിസ്പ്ലേ ആണെങ്കിലും ഇതിലുള്ള പെർഫോമൻസ്, നോർമൽ പെർഫോമൻസ്, ഗെയിമിംഗ് പെർഫോമൻസ്, ബാറ്ററി ചാർജിങ്, ബാക്കിയെല്ലാം നൈസ് ആണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾ 15,000 രൂപീസിന്റെ താഴെ ഒരു ഓൾറൗണ്ട് പെർഫോമൻസ് പാക്കേജ് നോക്കുന്നുണ്ടെങ്കിൽ നോക്കാവുന്ന ഒരു ഫോൺ തന്നെയാണ് റിയൽമി P1. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള മറ്റൊരു നല്ല ഫോൺ, അതായത് മോട്ടറോള G64ന്റെ അൺബോക്സിംഗ് വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.